ആഗ്രഹിച്ച വകുപ്പ് തന്നെ കിട്ടി എന്നുള്ളതാണ് കെ മുരളീധരൻ അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അദ്ദേഹം കുറച്ചു കാലം കൊണ്ട് ആരോഗ്യവകുപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു ഇലക്ഷൻ സമയത്തൊക്കെ. എന്തായാലും അദ്ദേഹമാണ് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി, ദേവസ്വം ആരോഗ്യവകുപ്പ് മന്ത്രി. ആരോഗ്യവകുപ്പിൽ അദ്ദേഹം വളരെ ചടുലമായ ഒരുപാട് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ആ സമയത്താണ് ഡോക്ടർ ഹാരിസ് ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് രോഗികളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ അഭിപ്രായം നേരത്തെ വളരെ വിവാദമായൊരു ഡോക്ടറായിരുന്നു, തർക്കങ്ങളിലേക്കൊക്കെ വന്ന ഡോക്ടറാണ്. അപ്പോൾ വന്ന ഡോക്ടർ അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അത് ഉൾക്കൊള്ളുകയും കെ മുരളീധരൻ രോഗികളെ കേൾക്കാനും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഈ മെഡിക്കൽ കോളേജുകളിലും മറ്റ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലുമൊക്കെ രോഗികളുടെ അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി നടത്തുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അടിയന്തരമായി വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വന്നാൽ ഈ ഒന്നാമത്തെ മെഡിക്കൽ കോളേജിനെ കുറച്ചുകൂടി ഹയർ എയിംസ് പോലെ കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലാക്കി മാറ്റാൻ പറ്റും, റെഫറൽ ഹോസ്പിറ്റലാക്കി മാറ്റാൻ പറ്റും. മറ്റ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഒരുപാട് ജോലിയും ആളുകൾക്കൊക്കെ പോസ്റ്റ് കിട്ടും. ആ മെഡിക്കൽ കോളേജിലേക്ക് സൗകര്യങ്ങൾ വരും. അതിന് ജനറൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നു എന്ന് കേൾക്കുന്നു. ഹരിപ്പാട്, ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട്, എന്നാൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് വരുമെന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല രോഗികളെ ഒരു കാരണവശാലും തറയിൽ കിടത്തി പരിശോധിക്കരുത്, അതുപോലെ തറയിൽ കിടത്തരുത്. പരിശോധനയും വേണ്ട, തറയിൽ കിടത്തുകയും വേണ്ട എന്നുള്ളത് അങ്ങനെ പറ്റില്ല. അത് ബെഡിൽ തന്നെ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ബെഡ് വേണ്ടി വരും. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില അനുഭവങ്ങൾ പറയട്ടെ. ഞാൻ വളരെ കൃത്യമായി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായി അസുഖം വന്ന് ഹോസ്പിറ്റലിൽ, സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അതൊരു അലർജി ആയിരുന്നു. അലർജി ആയപ്പോൾ അവർ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ നമുക്ക് ബെഡ് തന്നത്, ബന്ധുവിന് ബെഡ് തന്നത് ഒരു ബെഡിൽ 2 പേരാണ്. അപ്പോൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കിടക്കണം. അല്ലാതെ നിവർന്ന് കിടന്ന ഒരാളിനല്ലേ ഒരു ബെഡിൽ കിടക്കാൻ പറ്റും, വലിയ ബെഡല്ലല്ലോ, വളരെ വലിയ ഒരു രോഗിക്ക് കിടക്കാൻ പറ്റുന്ന ബെഡാണ്. അപ്പോൾ ആ ബെഡിൽ 2 പേരെ കിടത്തിയിരിക്കുകയാണ്. പിന്നെ വരാന്തയിൽ കിടത്തിയിട്ടുണ്ട്, തറയിൽ കിടത്തിയിട്ടുണ്ട്. വളരെ പരിതാപകരമായ സങ്കടകരമായ അവസ്ഥയായിരുന്നു. അവസാനം ആ ബന്ധുവിനെ നമ്മൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 2-3 ലക്ഷം രൂപയുടെ ചിലവും വന്നു. പിന്നെ അവിടെ സ്വകാര്യ ആശുപത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നല്ല ഫീസ് മേടിക്കും, നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ്, പക്ഷേ നല്ല ഫീസ് മേടിക്കും. വേറൊരു തരത്തിലാണ്. ശരിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന് തീരാവുന്ന ഒരു കേസായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ചികിത്സിച്ചെടുക്കാൻ പറ്റിയില്ല. ഞാനീ പറഞ്ഞ പോലെ ചെന്നിട്ട് പിന്നെ എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവമുണ്ട്. ചെറിയൊരു അസ്വസ്ഥത വന്ന് മെഡിക്കൽ കോളേജിൽ കുറേ വർഷം മുമ്പാണ് കൊണ്ടുപോയപ്പോൾ, അത് അടുത്ത കാലത്തൊന്നുമല്ല, മുമ്പ് കൊണ്ടുപോയപ്പോൾ അത് പെട്ടെന്ന് ഇതുപോലെ പുറത്ത് വെച്ചാണ്. അപ്പോൾ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു, നാട്ടുകാരെല്ലാം കൂടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് ട്രിപ്പ് അടച്ചതിന് ശേഷം പിന്നെ വൈഫ് അവിടെ വന്നപ്പോൾ ട്രിപ്പിൻ്റെ കുപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിന്നത്, സ്റ്റാൻഡില്ലായിരുന്നു. ഇത്ര പരിതാപകരമാണെന്നറിയാം അത്തരം കാര്യങ്ങളൊക്കെ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇതിൻ്റെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ട്രോളിയുടെ കാലൊടിഞ്ഞു പോവുക, അങ്ങനെ കുഞ്ഞു കാര്യങ്ങളാണ്. കസേരയുടെ കാലൊടിഞ്ഞു പോവുക, വളരെ കുഞ്ഞു കാര്യങ്ങൾ. ഒരുപാട് മെയിൻ്റനൻസ് നടത്താനുണ്ട്. ഓയാൻഡം വളരെ പ്രധാനമാണ് മെഡിക്കൽ കോളേജുകളിലെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല, അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് വളരെ ഗുരുതരമാണ്, വളരെ പ്രതിസന്ധിയാണ്. പലപ്പോഴും പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, നീഡിൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം, സിറിഞ്ച് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. വളരെ പരിതാപകരമാണ്. ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അതൊക്കെ വളരെ പരിതാപകരമാണ് പല കാര്യങ്ങളും. അതേസമയം ഡോക്ടർമാരൊക്കെ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ അവർ സത്യസന്ധരും തിരക്കുള്ളവരുമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, ആവശ്യമായ ബെഡും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം, മരുന്ന് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്താൽ അവർ നല്ല ജോലി ചെയ്യുന്നവരാണ്. അവർ മിടുക്കരായ ഡോക്ടർമാരുമാണ്, ഹൗസ് സർജന്മാരൊക്കെ. അതേസമയം ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയാൽ, നമ്മൾ ഒരേ അനുഭവം തന്നെ രണ്ടിടത്തും പറയണം. തിരുവനന്തപുരം ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയാൽ വളരെ മനോഹരമാണ്. ഒരു സ്വകാര്യ ആശുപത്രി വർക്ക് ചെയ്തതിനേക്കാൾ വളരെ പ്രൊഫഷണലായി അവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊഫഷണലാക്കി മാറ്റിയത് എബ്രഹാം കോശി എന്ന് പറയുന്ന ഒരു ഹെഡ് HOD അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പീരീഡിൽ അവിടെ ട്രീറ്റ്മെൻറ്റുമായി പോയിട്ടുള്ള ആളാണ്. വളരെ പ്രൊഫഷണലാണ് അദ്ദേഹം, പക്ക പ്രൊഫഷണലാണ്. ഇപ്പോൾ എബ്രഹാം കോശി അവിടെ ഉണ്ടോ, റിട്ടയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം അദ്ദേഹം കോഴിക്കോടും പല സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഇപ്പം തിരുവനന്തപുരം ഡെൻ്റൽ ഹോസ്പിറ്റൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഡെൻ്റൽ ഹോസ്പിറ്റലിലേക്കും കൂടി ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ വളരെ പ്രൊഫഷണലായിട്ടാണ് ഡെൻ്റൽ ഹോസ്പിറ്റൽ പോകുന്നത്. നമുക്ക് അത് പക്ഷേ അവിടെ രോഗികളുടെ എണ്ണം കുറവെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ വരുന്ന വേറൊരു പാറ്റേൺ ആണ്. അപ്പുറത്തെ മെഡിക്കൽ കോളേജിൽ മറ്റൊരു പാറ്റേൺ ആണ്. സീസണൊക്കെ ആകുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ ആഘോഷ സീസൺ ആകുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. വെട്ടും കുത്തും അടിയൊക്കെ വന്ന് ഓണം, ക്രിസ്മസ്, ബക്രീഡൊക്കെ വരുമ്പോൾ യുവാക്കളെല്ലാം മദ്യപിച്ചുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി, തല്ലുണ്ടാക്കി, ആക്സിഡൻ്റ് ഉണ്ടാക്കി ഒരുപാട് പേര് വരും. അതുപോലെ വളരെ വലിയ
അക്രമവും അടിയൊക്കെ നടത്തിയ ആളുകൾ വരും. അതുകൊണ്ട് അവിടെ എളുപ്പമല്ല, മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ എളുപ്പമല്ല. പക്ഷേ എങ്കിലും അവിടെ ഉണ്ട് എന്ന് സംവിധാനമുണ്ട്. അതുകൊണ്ട് രോഗികളെ കേൾക്കാൻ മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. മെഡിക്കൽ കോളേജുകൾ വരുന്നു എന്ന് കേൾക്കുന്നു, അത് അതിനേക്കാൾ നല്ല കാര്യം. അങ്ങനെ മെഡിക്കൽ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കെ മുരളീധരൻ അവർ. എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം ഒരു ആരോഗ്യ സാക്ഷരത കൂടി കേരളത്തിൽ നടപ്പിലാക്കണം. കാര്യം പ്രാഥമിക ഹെൽത്ത് സെന്ററുകളെ വെച്ചുകൊണ്ട് ഇപ്പോൾ ആശാ വർക്കേഴ്സിന് 3000 രൂപയൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അവരൊരു വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അവരെയും കൂടി വച്ചുകൊണ്ട് എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രാഥമിക ആരോഗ്യ വിദ്യാഭ്യാസം നടക്കണം. ഈ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കേണ്ടത് ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, പിന്നെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി. സീനിയർ സിറ്റിസൺസിൻ്റെയാണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത്. അവർക്ക് പലപ്പോഴും അവിടെ ഹോസ്പിറ്റലുകളിൽ പ്രാഥമിക ഹെൽത്ത് സെൻ്ററുകളിൽ ചെന്നാൽ പോലും അവർക്ക് പല പരിമിതികളുമുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ അവരുടെ ചികിത്സ എങ്ങനെ കൂടുതൽ കളർഫുള്ളാക്കാം, അതുപോലെ PHCകളുമായി ചേർന്നുകൊണ്ട് വ്യായാമമുറകൾ പഠിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു വ്യായാമമുറകൾ പഠിപ്പിക്കുന്ന, കാരണം ഇപ്പോൾ നമ്മൾ ഷുഗറിനായാലും BP-ക്കായാലും ഒരുപാട് കൊളസ്ട്രോൾ ആയാലും ഒരുപാട് അസുഖങ്ങൾക്ക് എക്സർസൈസ് ഒരു വളരെ പ്രധാന ഘടകമാണ്. ഈ എക്സർസൈസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഫുഡ് ഡയറ്റ് ഒരു വലിയ വിഷയമാണ്. ഡയറ്റിനെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ള ഒരു സെൻ്ററാക്കി കുറെ കൂടി പ്രൈമറി ഹെൽത്ത് കൊടുക്കുന്ന. പ്രൈമറി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മരുന്നും ഇഞ്ചക്ഷനും ഗുളികയും അല്ല, ടാബ്ലറ്റും ലാബ് റിപ്പോർട്ടും അല്ല പ്രൈമറി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. പ്രൈമറി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ നോക്കി, ശരീരത്തെ നോക്കി ഏറ്റവും മിനിമം മരുന്ന് കൊടുത്തുകൊണ്ട് മാക്സിമം പ്രതിരോധത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും രോഗങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ കിട്ടേണ്ടത്. പിന്നെ കമ്മ്യൂണിറ്റി സെന്റർ ആകുമ്പോൾ കുറച്ചുകൂടി അവിടത്തേക്കൊക്കെ ചികിത്സ, പിന്നെ ജില്ലാ ആശുപത്രി, സംസ്ഥാന ആശുപത്രിയൊക്കെ ആകുമ്പോൾ, സ്റ്റേറ്റ് റെഫറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജൊക്കെ ആകുമ്പോൾ പിന്നെ അത് പക്ക ചികിത്സയുള്ളൂ. അവിടെ പിന്നെ ഈ പഠനം ഇതിന് സ്കോപ്പില്ല. അതേസമയം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആരോഗ്യ സാക്ഷരതയിലൂടെ, കൃത്യമായൊരു ഹെൽത്ത് ലിറ്ററസിയിലൂടെ കെ മുരളീധരൻ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഞാൻ ആരോഗ്യ സാക്ഷരതയുമായി ബന്ധപ്പെടുത്തിയ ഒരു ലേഖനവും നേരത്തെ കേരള കൗമുദിയിൽ ചെയ്തിരുന്നു, അത് മുമ്പ് ചെയ്തിരുന്നതാണ്. ആരോഗ്യ സാക്ഷരത കേരളത്തിൽ ഒരു വലിയ അനിവാര്യമാണ്. കെ മുരളീധരൻ അവർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ആരോഗ്യ സാക്ഷരതാ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമം നടത്തണം. അത് വലിയ ഒരു ആവശ്യമാണ്. അതിൽ കുട്ടികൾ, മുതിർന്നവർ, വനിതകൾ, പിന്നെ അതുപോലെ തന്നെ ഗർഭിണികൾ, അമ്മമാർ എന്നുള്ളവർക്കുള്ള വളരെ കൃത്യമായൊരു ഹെൽത്ത് ലിറ്ററസി പ്രോഗ്രാം കൂടി നടക്കട്ടെ. കൃത്യമായി നമുക്ക് കാത്തിരുന്ന് കാണാം.